കോഡ് മലയാളം ഇന്റർവ്യൂ സീരീസിൽ നമുക്ക് ഇപ്പോൾ ഒരു ജാവാസ്ക്രിപ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ക്വസ്റ്റൻ ഇതാണ്: എന്താണ് ജാവാസ്ക്രിപ്റ്റിൽ ക്ലോഷർ? സോ ക്ലോഷർ മനസ്സിലാക്കണക്കാട്ടി മുന്നേ ഒരു ടേം മനസ്സിലാക്കാനുണ്ട്, ലെക്സിക്കൽ സ്കോപ്പ്. സോ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മൈ ഫംഗ്ഷൻ എന്ന പറഞ്ഞ ഫംഗ്ഷനകത്ത് രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ സ്കോപ്പ് ഈ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമായിരിക്കും, അതായത് ഈ കേർലി ബ്രേസസിന്റെ ഉള്ളിൽ മാത്രമായിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ ഇതിനകത്ത് വല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ സിന്റെ സ്കോപ്പ് ഈ ഒരു ബ്ലോക്കിനകത്ത് മാത്രമായിരിക്കും, ഇതിന്റെ പുറത്തുനിന്നും ഈ സി ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിന്റെ ലെക്സിക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത് അത് റൺ ടൈമിലല്ല, അത് കമ്പൈൽ ടൈമിൽ തന്നെ നമുക്ക് ആ സ്കോപ്പ് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളിത് നോക്കുമ്പോൾ തന്നെ, കോഡ് ഓടിക്കാണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇതിന്റെ സ്കോപ്പ് എവിടെയെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ വേരിയബിളുകൾക്ക് സ്കോപ്പ് ഉള്ളത് കൊണ്ട് ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഈ മെമ്മറി മാനേജ്മെന്റ് കുറച്ച് എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ, ഈ മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുന്ന സമയത്ത് ഈ എയും ബിയും ഡിക്ലെയർ ചെയ്യും. ഈ ഫംഗ്ഷൻ എപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്നോ ആ സമയത്ത് ഈ വേരിയബിൾ ഒക്കെ റിലീസ് ചെയ്യാനും പറ്റും. സോ അങ്ങനെ ചെയ്യുന്നതിന് ചെറിയൊരു കുഴപ്പമുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇതിനകത്തൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, എന്നിട്ട് അതിനകത്ത് ഈ എയും ബിയും പ്രിന്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, ഇതിവിടെ ജസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നേ ഉള്ളൂ. എന്നിട്ട് അത് റിട്ടേൺ ചെയ്യണം. ഈ ഇന്നർ ഫംഗ്ഷൻ നമ്മൾ റിട്ടേൺ ചെയ്യാണ്. ഈ ഒരു വേരിയബിളിനകത്ത് ആ ഇന്നർ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ഇത് വിളിച്ച ശേഷം നമ്മളിവിടെ റിട്ടേൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ സോ ഇവിടെ എന്താ നടക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇവൻ ഈ ഫംഗ്ഷൻ വിളിക്കും. ഓക്കെ, ഈ ഫംഗ്ഷൻ വിളിക്കുന്ന സമയത്ത് ഈ എ എന്ന് പറഞ്ഞതും ബി എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്യും, ഈ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യും, ഈ ഫംഗ്ഷൻ റിട്ടേൺ അടിക്കും. റിട്ടേൺ അടിച്ചു കഴിയുമ്പോൾ തന്നെ ഇവൻ ഇതിന്റെ ഉള്ളിൽ എല്ലാ മെമ്മറിയും ക്ലിയർ ചെയ്യും. ക്ലിയർ ചെയ്തതിനു ശേഷമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ ഫംഗ്ഷൻ ആണ്, ഈ ഫംഗ്ഷൻ ആണ് വിളിക്കാൻ നോക്കുന്നത്. അതിനകത്ത് എയും ബിയും എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾ ഉണ്ട്. ഈ രണ്ട് വേരിയബിൾ മെമ്മറി നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടും ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇത് വർക്ക് ചെയ്യാൻ കാരണമായ ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ഫീച്ചർ ആണ് ക്ലോഷർ. സോ ക്ലോഷർ എങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷൻ സാധാരണ ഒരു ഒബ്ജക്റ്റ് പോലെ തന്നെയാണ് ജാവാസ്ക്രിപ്റ്റിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഈ എന്റെയും ബിന്റെയും വാല്യൂ ഇതിന്റെ ക്ലോഷർ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിനകത്ത് ഈ രണ്ട് എയും ബിയും അവൻ സൂക്ഷിച്ചു വെക്കും. അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ എ ബി എന്ന് പറഞ്ഞ വാല്യൂ എല്ലാം നേരിട്ട് എടുക്കുന്നത്, നേരെ മറിച്ച് ഈ ഇന്നർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ക്ലോഷർ വാല്യൂ ആണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഫംഗ്ഷൻ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. console.dir എന്ന് പറഞ്ഞത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്കോപ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ക്ലോഷർ എന്ന് പറഞ്ഞ സംഭവം കാണാൻ പറ്റും. അതിനകത്ത് നമ്മൾ കൊടുത്ത എയും ബിയും അവൻ ആ ഫംഗ്ഷനിൽ സൂക്ഷിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. സോ ഇതാണ് ക്ലോഷർ. സോ ക്ലോഷർ തിയററ്റിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ അത് ഈ ഒരു ഫംഗ്ഷന്റെ കഴിവാണ്. അത് ഡിക്ലെയർ ചെയ്ത ലെക്സിക്കൽ സ്കോപ്പിലുള്ള വേരിയബിളുകൾ ആ സ്കോപ്പ് കഴിഞ്ഞിട്ടും നമ്മൾ ആക്സസ് ചെയ്യുവാണെങ്കിൽ ആ വേരിയബിളുകൾ ഓർത്ത് വെക്കാനുള്ള ഒരു ഫംഗ്ഷന്റെ കഴിവാണ് ക്ലോഷർ എന്ന് പറയുന്നത്.